എല്ലാ മാന്യപ്രേക്ഷകർക്കും പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്വാഗതം. പ്രിയമുള്ളവരെ, ദീർഘമായ ഒരു നോമ്പുകാലത്തേക്ക് നാം പ്രവേശിക്കുകയാണ്. നെറ്റിയിൽ ഭസ്മം കൊണ്ട് കുരിശടയാളം വരച്ച് നാം ഇന്ന് തുടങ്ങിക്കഴിഞ്ഞു. എന്തിനു വേണ്ടിയാണ് ഈ നോമ്പാചരണം? ഈ നോമ്പാചരണം കൊണ്ടുള്ള പ്രയോജനം എന്താണ്? വളരെ പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങൾ മാത്രം ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുന്നു. ഈ കാര്യം മനസ്സിലാക്കണമെങ്കിൽ ആദ്യമായി മനുഷ്യൻ്റെ ഘടനയെക്കുറിച്ച് മനസ്സിലാക്കണം. 1 തെസ്സലോനിക്കർ 5-ാം അധ്യായത്തിൻ്റെ 23-ാം വാക്യത്തിൽ നാം വായിക്കുന്നുണ്ട്, യേശുക്രിസ്തുവിൻ്റെ പ്രത്യാഗമനത്തിൽ നിങ്ങളുടെ ആത്മാവും ജീവനും ശരീരവും അവികലവും പൂർണ്ണമായിരിക്കാനിടയാകട്ടെ എന്ന്. അപ്പോൾ മനുഷ്യനിൽ 3 ഘടകങ്ങളുണ്ട്. ശരീരമാണ് നമുക്ക് അനുഭവപ്പെടുന്ന പ്രധാനപ്പെട്ട ഘടകം. ഞാനെന്ന ഒരാളുണ്ട്, ഈ ശരീരത്തിൽ കുടികൊള്ളുന്ന ഒരാൾ. അതിനെക്കുറിച്ചാണ് പൗലോസ് ആന്തരിക മനുഷ്യൻ എന്ന് പറയുന്നത്. ആ എനിക്ക് ശരീരമുണ്ട്, പക്ഷേ ആ ഞാൻ ശരീരമല്ല. ശരീരമുള്ള ഒരാളാണ് ഞാൻ. ആ എനിക്ക് ഒരു ആത്മാവുണ്ട്, ഞാൻ ആത്മാവല്ല, ആത്മാവുള്ള ഒരാളാണ്. കുറച്ചുകൂടെ കൃത്യമായിട്ട് പറഞ്ഞാൽ ആത്മാവും ശരീരവുമുള്ള ഒരാളാണ് ഞാൻ. എൻ്റെ ആത്മാവിൽ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും കുടികൊള്ളുന്നുണ്ട്. ഞാൻ ശരീരത്തിൽ വസിക്കുമ്പോൾ ശരീരത്തിൻ്റെ ആവശ്യങ്ങൾ മാത്രം അന്വേഷിക്കുകയും അതിൽ മാത്രം വ്യാപരിക്കുകയും ചെയ്താൽ ആത്മാവുമായിട്ട് യാതൊരു ബന്ധമില്ലാതിരിക്കും. അതുകൊണ്ട് ആത്മാവുമായിട്ട് ഞാൻ ബന്ധം പുലർത്തുമ്പോഴാണ് എനിക്ക് നിത്യത ലഭിക്കുന്നത്. അതിനുവേണ്ടി ഞാൻ ക്രിസ്തുവിനോട് ബന്ധം പുലർത്തണം. ക്രിസ്തുവുമായി ഞാൻ ബന്ധം പുലർത്തുമ്പോൾ ക്രിസ്തുവിൻ്റെ പരിശുദ്ധാത്മാവ് ഞാനാകുന്ന ആന്തരിക മനുഷ്യനിലേക്ക് വരും. അങ്ങനെ ഞാനാകുന്ന ആന്തരിക മനുഷ്യൻ നിത്യജീവനുള്ള ഒരനുഭവത്തിലേക്ക് വരും. അപ്പോൾ ആത്മാവും ആന്തരിക മനുഷ്യനെ ഒന്നിക്കും. അവിടെ പ്രവർത്തനനിരതമാകുന്നത് യേശുവിൻ്റെ പരിശുദ്ധാത്മാവാണ്. അതാണ് പൗലോസ് പറയുന്നത്, ദൈവത്തിൻ്റെ ആത്മാവ് എൻ്റെ ആത്മാവോട് ചേർന്ന് നിന്ന് ദൈവത്തെ ആവാ പിതാവ് എന്ന് വിളിക്കും എന്ന് പറയാൻ കാരണം, പരിശുദ്ധാത്മാവ് എൻ്റെ ആന്തരിക മനുഷ്യനിലേക്ക് വരുമ്പോൾ ആന്തരിക മനുഷ്യൻ പരിശുദ്ധാത്മാവിനാൽ നിയന്ത്രിക്കപ്പെടും. പക്ഷേ അപ്പോഴും ശരീരം ആ നിയന്ത്രണത്തിന് വിധേയമാകണമെന്നില്ല. ഇതിനെക്കുറിച്ചാണ് റോമർ 8 പറയുന്നത്, നിന്റെ ശരീരം പാപം നിമിത്തം മൃതമാണെങ്കിലും നിന്നിൽ ക്രിസ്തു വസിക്കുന്നുണ്ടെങ്കിൽ ക്രിസ്തുവിൻ്റെ നീതി നിമിത്തം നിനക്ക് നിത്യജീവനുണ്ടാകും. പക്ഷേ ശരീരത്തിൻ്റെ മേഖലയിലെ പാപവും കൂടി ഇല്ലെന്നാക്കിയാൽ പരിശുദ്ധാത്മാവ് ശരീരത്തിൻ്റെ മേഖലയിലേക്ക് കടന്നു വന്ന് ശരീരത്തെ നിയന്ത്രിക്കും. പൗലോസ് പറയുന്നുണ്ട്, ആഗ്രഹിക്കുന്ന നന്മ ചെയ്യാൻ പറ്റുന്നില്ല, ആഗ്രഹിക്കാത്ത തിന്മ ഞാൻ ചെയ്തു പോകുന്നു എന്നൊരവസ്ഥയുണ്ട്. അതുകൊണ്ട് ആഗ്രഹിക്കുന്ന നന്മ ചെയ്യാൻ കഴിയും വിധം ശരീരവും പരിശുദ്ധാത്മാവിൻ്റെ നിയന്ത്രണത്തിൽ, നമ്മുടെ ശരീരവും ശരീരത്തിൻ്റെ ഓരോ ഫാക്കൾട്ടിയും പരിശുദ്ധാത്മാവിൻ്റെ നിയന്ത്രണത്തിലാകണമെങ്കിൽ ശരീരത്തിൻ്റെ മേഖലയിലേക്ക് പരിശുദ്ധാത്മാവ് കടന്നു വന്ന് ശരീരത്തിൻ്റെ മേഖലയിലെ എല്ലാ അഴുക്കും നീക്കി ദുർമോഹങ്ങളും ആസക്തികളൊക്കെ നീക്കി ശരീരത്തെ പൗത്രീകരിക്കേണ്ടതുണ്ട്. ശരീരത്തെ പൗത്രീകരിക്കുന്ന ഈ പ്രക്രിയ പരിശുദ്ധാത്മാവ് നടത്തുമ്പോൾ ഞാനതിനോട് സഹകരിക്കണം. എൻ്റെ ശരീരത്തെ നിയന്ത്രിക്കാൻ ഞാൻ ശ്രമിക്കണം. അങ്ങനെ എൻ്റെ ശരീരത്തിൻ്റെ അഭിലാഷങ്ങൾക്കനുസരിച്ച് എന്നെ വിട്ടുകൊടുക്കുകയല്ല, ശരീരത്തിൻ്റെ അഭിലാഷങ്ങളെ നിയന്ത്രിക്കണം. അങ്ങനെ എനിക്കിഷ്ടപ്പെട്ട ഭക്ഷണം ഞാൻ ഉപേക്ഷിക്കുന്നു, ശരീരത്തിൻ്റെ സൗകര്യങ്ങൾ സുഖങ്ങൾ ഉപേക്ഷിക്കുന്നു, അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ട വിനോദങ്ങൾ ഉപേക്ഷിക്കുന്നു. അങ്ങനെയുള്ള ത്യാഗത്തിൻ്റെ മുമ്പിൽ പരിശുദ്ധാത്മാവിനെ പ്രവർത്തിക്കാൻ എളുപ്പമാണ്. അപ്പോൾ എൻ്റെ ശരീരത്തെ സമ്പൂർണ്ണ നിയന്ത്രണത്തിലേക്ക് കൊണ്ടുവന്ന് സമ്പൂർണ്ണ വിശദീകരണത്തിലേക്ക് കൊണ്ടുവരാൻ തപസ്, പ്രായശ്ചിത്തം, ഉപവാസം, ജാഗരണം, അതുപോലെ തന്നെ നോമ്പ്, ഇവയെല്ലാം ആവശ്യമാണ്. അതെല്ലാം നമ്മെ സഹായിക്കും. ഇത് നടക്കാതെ പോകുമ്പോഴാണ് ഒരു ശുദ്ധീകരണ സ്ഥലത്തിലൂടെ എന്ന പോലെയുള്ള ഒരു കടന്നുപോക്ക് ആവശ്യമായിട്ട് വരുന്നത്. പ്രിയപ്പെട്ടവർ, അതുകൊണ്ട് ഈ നോമ്പ് കാലം
പരിപൂർണ വിശുദ്ധീകരണത്തിന് വേണ്ടി നാം തയ്യാറെടുക്കുകയാണ്. അങ്ങനെ യേശു ക്രിസ്തുവിൻ്റെ ഉത്ഥാനത്തിൻ്റെ മഹത്വം പ്രാപിക്കാൻ, അതനുഭവിക്കാൻ സമ്പൂർണ്ണ മനുഷ്യന് ഇടവരാൻ ആത്മാവും ജീവനും ശരീരവും അവികലവും പൂർണ്ണമായിരിക്കാൻ ഈ നോമ്പുകാലം നമ്മളെ സഹായിക്കും. മറ്റൊന്ന്, നമ്മുടെ അനുദിന ജീവിതത്തിൽ നമുക്കറിയാം, നമ്മൾ ത്യാഗം സഹിക്കാൻ തയ്യാറാകുമ്പോൾ ത്യാഗത്തിലൂടെ നമുക്ക് നേട്ടമുണ്ടാകും. നമുക്കറിയാം, ഗായകർ അവരുടെ സ്വരം വിശുദ്ധീകരിച്ചെടുക്കാൻ ചില ഭക്ഷണ പദാർത്ഥങ്ങൾ ഉപേക്ഷിക്കുന്നു. അതുപോലെ തന്നെ ചില എക്സസൈസൊക്കെ ചെയ്യുന്നുണ്ട്. കായിക കല അഭ്യസിക്കുന്നവർ അവരും ശരീരത്തെ നിയന്ത്രിക്കുന്നുണ്ട് പല രീതിയിൽ. അതിരാവിലെ ഉണർന്ന് എഴുന്നേറ്റ് ഓടുന്നു, ശരീരത്തിൻ്റെ ചിട്ട, വെയിറ്റ് ക്രമീകരിക്കൽ, ചില ഭക്ഷണങ്ങൾ ഒഴിവാക്കൽ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവരും ചെയ്യുന്നുണ്ട്. ഇതൊക്കെ ചെയ്യുന്നത് ശാരീരികമായ നേട്ടത്തിന് വേണ്ടിയാണ്. അപ്പോൾ ത്യാഗത്തിലൂടെ നമുക്ക് ചില നേട്ടങ്ങളുണ്ട്. അപ്പോൾ ശരീരത്തിൻ്റെ അഭിലാഷങ്ങൾക്കനുസരിച്ച് ഇഷ്ടം പോലെ നടന്നാൽ നമ്മൾ ഒരുപക്ഷെ രോഗം പിടിച്ച് അകാലത്ത് മരിച്ചു പോകാനിടയുണ്ട്. അപ്പോൾ അവിടെ എല്ലാം നിയന്ത്രണം ആവശ്യമുണ്ട്. അതുകൊണ്ട് ഈ നോമ്പുകാലത്തെ ഉപവാസവും പ്രാർത്ഥനയും പ്രായശ്ചിത്തവും നോമ്പും എല്ലാം നമുക്ക് അനുദിന ജീവിതത്തിലും പ്രയോജനകരമാണ്. നല്ലൊരു വ്യക്തിത്വത്തിൻ്റെ ഉടമയായി, നല്ല സ്വഭാവവിശേഷമുള്ളവരായി വളരാൻ നമ്മളെ സഹായിക്കും. ആഗ്രഹങ്ങളെല്ലാം സാധിച്ചു കിട്ടി മുന്നോട്ട് പോകുന്നവർ പെട്ടെന്നൊരു തടസ്സം വരുമ്പോൾ അതിനെ നേരിടാൻ കരുത്തില്ലാതെ നിരാശയിലേക്കും ആത്മഹത്യയിലേക്കൊക്കെ പോകുന്ന നമുക്ക് കാണാം. നമ്മൾ കേട്ടിട്ടില്ലേ, തീയിൽ കുരുത്തത് വേരുത്ത് പാടില്ല എന്ന് പറഞ്ഞാൽ പ്രതികൂല സാഹചര്യങ്ങളെ നേരിട്ട് അതിൻ്റെ മേൽ വിജയം വരിച്ച് മുന്നോട്ട് പോകുന്നവർ ഒരു പ്രതികൂല സാഹചര്യത്തിന് മുമ്പിൽ അന്താളിച്ച് സ്വയം നഷ്ടപ്പെട്ടവരാവുകയില്ല എന്നർത്ഥം. അതുകൊണ്ട് ആധ്യാത്മിക ജീവിതത്തിനും ഭൗതിക ജീവിതത്തിനും നോമ്പുകാലം, തപസ്സുകാലം, പ്രായശ്ചിത്തകാലം വളരെയേറെ പ്രയോജനകരമാണ്. നമുക്കതുകൊണ്ട് നമ്മുടെ ആത്മവിശുദ്ധീകരണത്തിന് വേണ്ടിയും നമ്മുടെ ജീവിതത്തിൻ്റെ വിശുദ്ധീകരണത്തിന് വേണ്ടിയും ഈ നോമ്പുകാലത്തെ കാര്യമായിട്ടെടുത്ത് നമുക്ക് ഇതാചരിക്കാം. സഭ ഒന്നടങ്കം തിന്മയ്ക്കെതിരെ പോരാടുകയാണ്. അങ്ങനെ സഭ ഒന്നടങ്കം തിന്മയ്ക്കെതിരെ പോരാടുമ്പോൾ തിന്മയ്ക്ക് പിന്നിൽ ഒരാളത്വം ഉണ്ടെന്ന് ഓർക്കുക. ആ തിന്മയ്ക്കെതിരെ പോരാടുമ്പോൾ നമ്മുടെ എളിയ സഹകരണം പോലും വിജയപ്രദമായി തീരും, ഫലമണിയും. അതുകൊണ്ട് ഈ നോമ്പ് കാലത്തിലേക്ക് കടന്നു വന്നിരിക്കുന്ന നമുക്ക് നമ്മുടെ തീരുമാനങ്ങളെ നടപ്പാക്കാൻ നിശ്ചയദാർഢ്യത്തോടെ മുന്നോട്ട് പോകാം. ദൈവം അനുഗ്രഹിക്കട്ടെ. ആമേൻ.